കേന്ദ്ര സർക്കാരുമായുള്ള സംസ്ഥാന മന്ത്രിയുടെ കൂടിക്കാഴ്ച പരാജയപ്പെട്ടെന്ന വാർത്തയോടൊപ്പം സംസ്ഥാനത്തിന്റെ കടം കുമിഞ്ഞുകൂടുകയാണെന്ന CAG റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുകയാണ്. ചർച്ച പരാജയമാണെന്ന് ധനമന്ത്രി ബാലഗോപാൽ പറയുമ്പോഴും സംസ്ഥാനം കടക്കെണിയിലേക്ക് താഴുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്ത് റവന്യൂ വരുമാനം 19.49% കൂടിയെന്നും എന്നാൽ റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശ അടയ്ക്കാൻ വിനിയോഗിക്കേണ്ടി വരുന്നുവെന്നും നിയമസഭയിൽ സമർപ്പിച്ച 2021-22 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നു. കിഫ്ബിക്ക് സ്വന്തമായ വരുമാനമില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നു. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർക്കാൻ ഇടവരുത്തുന്നതായും കടം കുമിഞ്ഞുകൂടുന്നതായും റിപ്പോർട്ട് പറയുന്നു. സാമ്പത്തിക സ്രോതസ് നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമായി. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നും റിപ്പോർട്ടിലുണ്ട്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരള സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ആവർത്തിക്കുമ്പോഴാണ് ഭീതിപ്പെടുത്തുന്ന ഈ കണക്കുകൾ പുറത്തുവരുന്നത്. കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുകയെന്ന് അറിയാൻ കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു.